നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ത്യജിക്കണം, നിങ്ങൾ ത്യാഗം ചെയ്യണം. അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളോട് ചെയ്ത അന്യായങ്ങൾക്ക് മുഗളന്മാരോട് നിങ്ങൾ പകരം ചോദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കരിയർ ഉപേക്ഷിച്ച് വരണമെന്ന് പറഞ്ഞാൽ വേറെ പണി നോക്കാൻ പറയുന്ന ആൾക്കാരാണ് പുതിയ തലമുറ. സിമ്പിളാണത്. അതായത് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവർ സമരം ചെയ്തപ്പം രാജ്യത്തിൻ്റെ താല്പര്യത്തെ ഹനിക്കല്ലെന്നാണ് സംഘ് പരിവാറുകാർ ഇറങ്ങിയെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ താല്പര്യം കൂടി ചേർന്നാണ് രാജ്യ താല്പര്യം, അതിനപ്പുറത്തേക്കാൾ വലിയൊരു രാജ്യ താല്പര്യം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവർ പറയാൻ ശ്രമിച്ചത് എന്താണ്? ഇന്ത്യ, ഹിന്ദു ദേശീയത, നമ്മുടെ രാജ്യം, മുഗളന്മാർ നമ്മളോട് ചെയ്തത്, ഇതൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതാഭിലാഷങ്ങളെ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്വയം ത്യാഗം ചെയ്യാൻ E20 അല്ല E50 ആയാലും ഞാൻ പെട്രോൾ അടിക്കാം രാജ്യത്തിന് വേണ്ടിയല്ലേ എന്ന് പറയുന്ന, നോട്ട് നിരോധിക്കുമ്പോൾ വഴിയിൽ ക്യൂ നിന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല രാജ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു 40+ തലമുറ അവർക്ക് കിട്ടിയിരുന്നു. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരിൽ ഉണ്ടായിരുന്നു. അതിൽ താഴെയുള്ള ആൾക്കാർ, അതിന് താഴെയുള്ള മനുഷ്യർ അങ്ങനെ ക്യൂ നിന്ന് മരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, നിങ്ങൾ തരുന്ന E20 അടിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, നിങ്ങൾ പറയുന്ന വാചാടോപങ്ങൾ കേട്ട് കോൾമാരി കൊണ്ട് വീട്ടിൽ പോയിരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുകയാണ് ജനം. അവരോട് എന്തു പറയും? ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വല്ല സാധനവും കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ടോട്ടൽ GDP-യുടെ എന്നുള്ള പെർസെൻറ്റേജ് എടുത്ത് നോക്ക്, അത് ഓരോ വർഷം കുറയ്ക്കുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട ജീവിത മേഖലകൾക്കും കൊള്ളാവുന്ന സ്ഥലത്ത് എല്ലാം സർക്കാരിൻ്റെ സ്പെൻഡിങ് സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ വിദ്യാഭ്യാസം കൊടുത്ത്, മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഒരു തലമുറയാക്കി ഉയർത്തിക്കൊണ്ട് വന്നാൽ മറ്റേ വർത്തമാനം പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ വേണ്ടേ? ഇവരെല്ലാം കൂടെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള നല്ല ഒരു തലമുറയാക്കി വളർത്തിക്കൊണ്ട് വന്നാൽ അവരോട് എങ്ങനെ വർഗീയത പറയും? വർഗീയത പറഞ്ഞാൽ പോയി നോക്കാൻ പറയില്ലേ? അപ്പോൾ ഇവർ ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ആ പ്ലാനിലാണ് 12 വർഷം ഓപ്പറേറ്റ് ചെയ്തത്. ഈ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, സംഘ് പരിവാറിനെ നടുക്കി കളഞ്ഞൊരു സംഭവം എന്ന് ചോദിച്ചാൽ, അവർ നോക്കുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അവർക്കെതിരെ സമരം ചെയ്ത എപ്പോഴത്തെയും വലിയ ഇരകളായിട്ടുള്ള മുസ്ലിങ്ങൾ, പൗരത്വത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, പലതരത്തിലുള്ള അട്രോസിറ്റീസിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ സമരം ചെയ്യുന്നു. മുസ്ലിങ്ങൾ നമുക്കെതിരെ സമരം ചെയ്യണം, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ഹൈ കിട്ടുക. എന്നിട്ട് നിങ്ങൾ തീവ്രവാദികളാണ്, രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് സമരം ചെയ്തവരെയും ചെയ്യാത്തവരെയും എല്ലാം പിടിച്ച് ജയിലിലിടണം. അപ്പോഴാണ് എന്ത് കിട്ടുക? ഹൈ കിട്ടുക. പിന്നെ ക്രിസ്ത്യാനികൾ, ദലിതർ, കമ്മ്യൂണിസ്റ്റുകൾ, ഇവരൊക്കെ നമുക്കെതിരെ സമരം ചെയ്യണം. അവർ ചെയ്താൽ നമുക്ക് നമ്മുടെ കയ്യിൽ മാർഗ്ഗമുണ്ട് പൂട്ടാൻ, നമുക്ക് അടിക്കാൻ നമ്മുടെ ചാപ്പയുണ്ട്, നമ്മുടെ പവറുണ്ട് പിടിച്ച് തീഹാർ ജയിലിടാൻ അല്ലെങ്കിൽ വലിയ ശിക്ഷകൾ കൊടുക്കാൻ. മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളോടുണ്ട്. പക്ഷേ ഇവർ നോക്കിയപ്പോൾ ഈ തവണ സമരത്തിൽ വന്നവർ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമുക്കെതിരെ ഒരിക്കലും സമരം ചെയ്തു കൂടാത്ത ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു സമരം അതുണ്ടായിക്കൂടാ. അതെങ്ങനെ ഉണ്ടായി? അതവരെ പേടിപ്പിച്ച് കളഞ്ഞു. മുസ്ലിങ്ങളാണെങ്കിലും ഓക്കെ, ദലിതരാണെങ്കിലും ഓക്കെ, ലെഫ്റ്റ് ആണെങ്കിലും ഓക്കെ, ക്രിസ്ത്യാനികളാണെങ്കിലും ഓക്കെ, നമുക്ക് കൈകാര്യം ചെയ്യാം. ഇത് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് നാം വിചാരിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെയും തന്നെ ആളുകൾ വന്നിരിക്കുന്നു. അതിലെല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർ സമരത്തിൽ നിൽക്കുന്നു. നമ്മൾ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും? രണ്ടാമത്തെ കാര്യം, ഒരു സമരത്തിന് വന്നിട്ടുള്ള ആളുകൾ വിളിക്കുന്ന മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഒരു ധർമ്മേന്ദ്ര പ്രധാനെതിരെ മാത്രമല്ല, നരേന്ദ്രമോദിക്കെതിരെ. അവർ നോക്കും മോദി ലോകത്താകമാനം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ആ മോദിക്ക് അങ്ങനെ എല്ലായിടത്തും സ്വീകാര്യതയില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു സമരം, വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ നാടിൻ്റെ പല സ്ഥലത്തുനിന്ന് വന്നിട്ട് മോദി ഞങ്ങൾക്ക് സ്വീകാര്യനല്ല എന്ന് പറയാണ്. അതവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം മോദി എല്ലാവർക്കും സ്വീകാര്യനാണല്ലോ. മോദി ഇന്ത്യയെ പുതിയൊരു പ്രതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപിതാവായിട്ട് അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം സ്വീകാര്യനല്ല എന്ന് പറഞ്ഞൊരു തലമുറ മുഴുവൻ തെരുവിലിറങ്ങി നിൽക്കുക. അവരെങ്ങനെ തന്നെ ഉൾക്കൊള്ളും? ഇത്രയും കാലം എടുത്ത പണി മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് തകിടം മറിയുന്ന കാഴ്ച. മൂന്നാമത്തെ സംഭവം എന്താണ്? ഇനിയിപ്പോൾ പോട്ടെ, ഒരു സമരമൊക്കെ ഉണ്ടായാലും മോദിജിയുടെ ആൾക്ക് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന് 12 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. നമ്മളല്ലേ പറയാൻ ശ്രമിക്കുന്നത്. അതെ, പൂജ്യം. അദ്ദേഹത്തോട് കുറച്ചൊരു ഭരണാധികാരി എന്നൊക്കെ റെസ്പെക്റ്റെങ്കിലും ഉണ്ടാവണ്ടേ? ഒരു റെസ്പെക്റ്റും ഇല്ല. മോദി ഈ നാടിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു ചെറുപ്പക്കാർ ഇറങ്ങി വന്നിട്ട്. പരമാവധിയിൽ ചില ഘട്ടത്തിൽ ആക്ഷേപത്തിൻ്റെ മാർഗം പോലും പോയി. അത് സംഘ് പരിവാറിന് സഹിക്കാൻ പറ്റിയില്ല. മോദി വിശ്വഗുരു, മോദി ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തെ ഒരു തലമുറ തെരുവിൽ ഇട്ട് എന്ത് ചെയ്യാണ്? ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്നത്, തലമുറയോട് ചെയ്യുന്ന പ്രശ്നം ഉന്നയിച്ചിട്ട്. ഈ ടി.ജി. മോഹൻദാസിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് പരിധി വിട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുത്വത്തെ എല്ലാ വിഭാഗത്തിലും പെട്ട, ഇൻക്ലൂഡിങ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇറങ്ങി വന്നിട്ട് വേറെ പണി നോക്കാൻ പറയുകയാണ്. അതവർക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് അവരുടെ ഈഗോ ആയിട്ടാവുന്നു, അവരുടെ സ്ഥലകാലബോധം നഷ്ടമാകുന്നു. ശരിക്കുള്ള പ്രശ്നം അതാണ്. ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ കിടക്കാൻ അവിടെ. അതുകൊണ്ടാണ് ഭയപ്പാട്. അത് മോദിക്ക് നല്ല ഭയപ്പാടുണ്ട്. കാരണം എന്താ? വിദ്യാർത്ഥി സമരത്തിൻ്റെ പ്രശ്നം അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വല്ലാത്ത പടർച്ചയായിരിക്കും സംഭവിക്കുക. ലോകത്ത് പല എക്സാമ്പിൾസ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താണ്, CJPയുടെ 2-3 ആൾക്കാരെയും ചർച്ചയ്ക്ക് വിളിക്കാനെങ്കിലും ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ വിദ്യാർത്ഥി സമരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അത് അതിൻ്റെ പാട്ടിന് പോകും. അത് സർക്കാർ നന്നായിട്ട് മനസ്സിലായി. കാരണം എന്താണ്? ജനങ്ങൾക്ക് ഒരു കാരണമുണ്ട് സമരം ചെയ്യാൻ. ആ കാരണത്തെ മുൻനിർത്തിയുള്ള സമരമാണ്. ആ സമരം ആത്യന്തികമായി വരുന്നത് എങ്ങോട്ടാണെന്ന് മോദിക്ക് മനസ്സിലായി.
ഈ പറയുന്ന ആളുകളുടെ മൊത്തം എന്താണ് രോഷം എങ്ങോട്ടായിരുന്നു? മോദിക്കെതിരെയാണ്. മോദിയുടെ ലവണന ഭോജ്യമാണ് ഏറ്റവും ഉയർന്നു കേട്ടുള്ള എന്താ മുദ്രാവാക്യം. മോദി പറഞ്ഞുള്ള സംഗതികളിൽ, മോദിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള അബദ്ധങ്ങളിൽ, മോദി നമ്പറുകൾ കൂട്ടിവെച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി നടത്തുന്ന അബദ്ധ പ്രസംഗങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ രാജിവെക്കണം എന്നല്ല, ധർമ്മേന്ദ്ര പ്രധാനെ മിസ്റ്റർ മോദി താങ്കൾ പുറത്താക്കണമെന്നായിരുന്നു മുദ്രാവാക്യം. നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾ സംരക്ഷിച്ച് പിടിക്കുന്നു എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അപ്പോൾ ആളുകളുടെ മൂഡ് മുഴുവൻ മോദിക്കെതിരായിരുന്നു. മോദിക്ക് മനസ്സിലായി മോദിയെ മോദിയുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ PR-ന് മനസ്സിലായി, ക്യാബിനറ്റിൽ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടാവണം. സോ ഇത് മുന്നോട്ട് പോകുന്നത് ആത്യന്തികമായി ഭരണകൂടം ആകെ തന്നെ രാജിവെക്കണം എന്നതിലേക്ക് എത്തും എന്ന ഭയപ്പാടാണ് അവരെ സംബന്ധിച്ച്. പെട്ടെന്നൊരു തീരുമാനം എടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ നോക്കൂ. അതിനകത്ത് കേസുകളെല്ലാം പിൻവലിക്കണമെന്നുള്ള ആവശ്യം പോലും ഉന്നയിച്ചു. സാധാരണയിലേക്ക് സർക്കാർ അംഗീകരിക്കുന്നതാണ്. ഇത്രയും വയലൻസ് ഉണ്ടായപ്പോൾ കേസെടുക്കും, പോലീസുകാരുടെ ബന്ധുക്കളൊക്കെ പ്രശ്നമുണ്ട്, എന്നിട്ടും എല്ലാ കേസും ഒഴിവാക്കാമെന്ന് ഉറപ്പ് കൊടുത്തത് ഈ സമരം ഇപ്പം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നേരത്തെ പറഞ്ഞില്ല, ഭയപ്പാട് അതവിടെ കിടക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളെല്ലാം റീലുകളായി ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. അത് വെച്ചാൽ മോദി അസ്വീകാര്യനാണ്, മോദി അസ്വീകാര്യനാണ് എന്ന ശബ്ദം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതെടുത്ത് മാറ്റണം. അത് മാറ്റിയിട്ടില്ലെങ്കിൽ അത് എങ്ങോട്ടൊക്കെ വികസിക്കും? മില്യൺസ് ഓഫ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ റീലും ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടിയത് 15 കോടി ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ട്. സോ ഇത് ആരുടെ പോപ്പുലാരിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ അസ്വീകാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് എന്നൊരു തലമുറ നിന്ന് പറയുകയും ആ പറഞ്ഞത് മുഴുവൻ ഡിജിറ്റൽ സംഗതിയായിട്ട് അവിടെ കിടക്കുകയും ചെയ്യാണ്. അത് പെട്ടെന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെന്ന് മനസ്സിലാക്കുന്ന അവർ വേഗത്തിൽ അത് മാറ്റാൻ ഒരു വശത്ത് നിർദ്ദേശം കൊടുക്കുന്നു. മറ്റേ വശത്ത് എന്ത് ചെയ്യാണ്? മറ്റേ വശത്ത് കേസെടുത്ത ആളുകളെ ഭയപ്പെടും. ഇനി ഒരു സമരത്തിന് ഒരുത്തനും വരാൻ പാടില്ല, ആളുകളെ ഭയപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥം ചരിത്രത്തിൽ ആദ്യമായി 12 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി ഏറ്റവും ഭയപ്പെടുത്തിയോ. നോക്ക്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ നടനും BJP നേതാവായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, കശ്മീരിലെ കല്ലേറ് നിർത്തിക്കാൻ അറിയാമെങ്കിൽ ഇതും നിർത്തിക്കാൻ മോദിക്ക് അറിയാമെന്ന്. മോദിയെ കൊണ്ട് പറ്റിയോ? നിർത്തിക്കാൻ പറ്റിയില്ലല്ലോ. അവർ മോദിയെ പറഞ്ഞ സ്ഥലത്ത് നിർത്തിച്ചു. പക്ഷേ മോദി ഒരു സുപ്രീമോ, ഒരു പവർഫുൾ മനുഷ്യൻ, താൻ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്ന ഒരാൾ, തനിക്കെതിരെ സമരത്ത് വരുന്ന ഏതാൾക്കാരെയും മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപശാലി ഇമേജ് പോയി. അദ്ദേഹം ഒരു പരാജയപ്പെട്ട നേതാവാണെന്ന്. അദ്ദേഹത്തെ മുട്ടുകുത്തിച്ചു കുറേ ചെറുപ്പക്കാർ വന്നിട്ട്. അപ്പം താൻ ഇഷ്ടപ്പെടുന്ന ഏത് ഇഷ്യൂവിലും ക്ലൈമാക്സ് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നതാണ് പവർ എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ സുപ്രീമോ പവർ. അതില്ല. ക്ലൈമാക്സ് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ തീരുമാനിച്ച ക്ലൈമാക്സിൽ ഇത് അവസാനിച്ചു എന്ന് വെച്ചാൽ മോദിയുടെ ഒരു പ്രഭാവം, ഒരു അധികായൻ്റെ പ്രഭാവം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മോദി വളരെ വീക്കാണിന്ന്. അതറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ടീം അത് തിരിച്ചു പിടിക്കാനും മോദിയെ വീക്കൺ ചെയ്യുന്ന ശക്തികളെ എന്ത് ചെയ്യണം? ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തിനിടയിൽ ഏറ്റവും ഭയപ്പെട്ടത്, ഞാൻ പറയുന്നത് ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായി 30 സീറ്റ് പോയപ്പോൾ പോലും മോദി ഇത്രയും പേടിച്ചിട്ടില്ല. കാരണം അത് അവർ ഒഡീഷ വെച്ച് മാനേജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തുമായിട്ട് കർണാടക വെച്ച് മാനേജ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇത്രയും പേടിയുണ്ടായിട്ടില്ല. ബംഗാളും പിടിച്ചു, പേടിയുണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഭയം ചെറുതല്ല. കാരണം അവർ 12 വർഷം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേഴ്സണൽ ഒരു വ്യക്തിയുടെ ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറിൻ്റെ ഒരു പ്രതിച്ഛായ, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ തിളക്കം ഇല്ലാതായി പോവുക. ഇനി എന്തെടുത്ത് വെച്ച് സെല്ല് ചെയ്യാൻ സാധനം വേണമല്ലോ. ഇപ്പോഴും അവരുടെ USP എന്ന് പറയുന്ന സംഗതി എന്താണ്? യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് മോദിയാണ്. മോദി അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ആരെ വെച്ച് സെല്ല് ചെയ്യാൻ പറ്റും? ഏതവിടെ ക്ഷേത്രക്കൊള്ളയുടെ മൊത്തം ബഹളം കിടക്കുന്ന യോഗി ആദിത്യനാഥിനെ വെച്ച് സെല്ല് ചെയ്യാൻ പറ്റും? പറ്റില്ലല്ലോ. അമിത്ഷാ പിന്നിലുണ്ട്, പക്ഷേ അമിത്ഷായെ ഒരു ദേശീയ ബിംബമാക്കാനുള്ള പണി ഇനി എടുത്തു കഴിഞ്ഞിട്ടില്ല. ഹിന്ദു മുസ്ലിമും പറ്റില്ല. ഹിന്ദു മുസ്ലിം നടക്കത്തില്ലെന്ന് മറ്റേ അവർ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ. സോ സംഘ് പരിവാരം അല്ലെങ്കിൽ ദ ടീം മോഡി, സംഘ് പരിവാർ എന്ന് വിടാം, ടീം മോദി ഏറ്റവും ഭയപ്പെട്ട സന്ദർഭമാണ്. ആ ഭയത്തിൽ നിന്ന് മറികടക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ പുതിയ വിദ്യാർത്ഥി സമൂഹം കരുതലോടെ കാത്തിരിക്കണമെന്ന് ഞാൻ പറയാം.